ഇന്ന് വായിൽ കപ്പലോടും. കൊതികൂടല്ലേ? നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ ബാച്ചലർ കിച്ചണിലെ വിഭവം എന്ന് പറയുന്നത് നമുക്ക് ബാച്ചിലേഴ്സിനെല്ലാം ഏറ്റവും കൂടുതൽ ക്രേസുള്ള ഒരു സാധനമാണ്. നമ്മുടെ എല്ലാ വീടുകളിലും ബാച്ചിലേഴ്സ് കിച്ചണുകളിലും ഉണ്ടാവുന്നൊരു വസ്തുവാണ് അച്ചാർ. പക്ഷേ അച്ചാർ ഉണ്ടാക്കുക എന്നത് വളരെ നീണ്ട ഒരു പ്രോസസ്സാണ്. എന്നാൽ നമുക്ക് ഇൻസ്റ്റൻ്റായി വളരെ രുചികരമായ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് നീരുള്ളി അച്ചാർ. എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമുക്ക് അച്ചാറിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെ എന്ന് നോക്കാം. പ്രധാനമായും ഉള്ളി തന്നെയാണ്. 2 വലുപ്പമുള്ള 2 നീരുള്ളി, അതിനോടൊപ്പം കുറച്ച് മുളക് പൊടി, പച്ചമുളക്, മല്ലിപ്പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഒപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതാണ് ഇതിനേക്ക് ആവശ്യമുള്ള പ്രധാന ചേരുവകൾ. ആദ്യമായി നമുക്ക് ഉള്ളി മുറിച്ചെടുക്കണം. അത് കഴിയുന്നതും ഒരു ഇത്ര വലുപ്പത്തിലുള്ള മുറിവായിരിക്കണം ഉണ്ടാവേണ്ടത്. വളരെ ചെറിയ കഷ്ണങ്ങളായി പോകരുത്. അങ്ങനെ മുറിച്ചു വെച്ച ഉള്ളിയിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഇത്തിരി കൂടിപ്പോയാലും വലിയ പ്രശ്നമില്ല, എന്നാൽ കൂടുതലാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒപ്പം കുറച്ച് ഉലുവ പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി കഴുകിയ കൈ ഉപയോഗിച്ച് തന്നെ അതിനെ പൂർണ്ണമായും മിക്സ് ചെയ്തെടുക്കുക. കൂട്ടത്തിൽ നമുക്ക് ചേർക്കുവാനുള്ളത് ചതച്ച് വെച്ച ഇഞ്ചിയും മുറിച്ച് വെച്ച ഒരു 2-3 പച്ചമുളകും കൂട്ടി നന്നായി യോജിപ്പിച്ചെടുക്കുക. അടുത്തതായി നമ്മുടെ ഇതിൻ്റെ സെക്ഷനിൽ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ചൂടായ എണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക. നമുക്ക് വെള്ളുള്ളി ഈ പരുവത്തിലായി കഴിഞ്ഞാൽ ഉടനെ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇത് മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും ഒരു ചുവ മാറുന്നത് വരെ താളിച്ചതിന് ശേഷം അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ചുകൂടി വിനാഗിരി അതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ രുചികരമായ അച്ചാർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ചാറ് പോലെ ആവണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാവുന്നതാണ്. ഇത് ഏകദേശം 15 ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിന് പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. കേടായി പോകുന്നതല്ല, കാരണം ഇതിൽ പ്രിസർവേറ്റീവായി വിനാഗിരി ഉള്ളതുകൊണ്ട്. നമ്മുടെ ബാച്ചലർ കിച്ചണിലെ ഇന്നത്തെ അച്ചാർ രുചിച്ച് നോക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ബാലൻ ഓവിയാണ്. അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാലേട്ട, ഇത് നീരുള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ അച്ചാർ. നീരുള്ളി എന്ന് പറയുമ്പോൾ സവാള കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ്. ഒന്ന് രുചിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. വളരെ നന്നായിട്ടുണ്ട്. ഇത് ഏതൊരു ഭക്ഷണത്തിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിച്ച് ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാനുള്ള ഒരു നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ ഏത് വീട്ടിലും ഏത് സമയത്തും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ബാച്ചലേഴ്സ് കിച്ചണിലേക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി ശ്രമിക്കുക. ഇതിൻ്റെ രുചി നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഞാൻ സലാം കളനാട്,
കബീർ മഞ്ഞമ്പാറയുമായി ഇന്നത്തെ എപ്പിസോഡ് സൈൻ ഔട്ട് ചെയ്യുന്നു.